കോൺഗ്രസ് പുകയുന്ന ഒരു ബോംബാകുമ്പോൾ അടിപതറി ലീഗ്. മൂന്നാം വട്ടവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന ലീഗിന് ഭയം. സംഘടനാപരമായി കോൺഗ്രസ് പകച്ചു നിൽക്കുമ്പോൾ CPM നിലമ്പൂരിൽ പണി തുടങ്ങിയിട്ടുണ്ട്. സമീപകാലത്തെ പോക്കുവെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് പുകയുന്ന ഒരു ബോംബാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ആറ്റം ബോംബ്. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പദവി മോഹിച്ച് രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും നടത്തുന്ന നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.25 വർഷം മാത്രം ബാക്കി നിൽക്കെ എങ്ങനെയും അധികാരത്തിൽ വരാനല്ല കോൺഗ്രസിന്റെ ശ്രമം. പകരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനായി തരം താണ രാഷ്ട്രീയ കളികൾ കളിക്കുകയാണ് ഈ നേതാക്കൾ ഇപ്പോൾ. KPCC രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടായ ഭിന്നത ഇപ്പോൾ MLA-മാരിലേക്കും മറ്റ് നേതാക്കളിലേക്കും പടർന്നിരിക്കുകയാണ്. VD സതീഷിനെതിരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ തുറന്നടിച്ചത് KC വേണുഗോപാലിന്റെ ഒറ്റ പിന്തുണയിലാണ്. ശൂരനാട് രാജശേഖരൻ സതീശനെതിരെ രംഗത്ത് വന്നതാകട്ടെ രമേശ് ചെന്നിത്തലയുടെ ആശീർവാദത്തോടെയും. VD സതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ ഈ രണ്ട് വിഭാഗങ്ങൾക്കും KPCC അധ്യക്ഷൻ K സുധാകരന്റെ പിന്തുണയുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയും എന്ത് വില കൊടുത്തും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുക എന്നതാണ് K സുധാകരന്റെ ലക്ഷ്യം. എന്നാൽ അതിനു മുൻപ് തന്നെ എന്ത് വില കൊടുത്തും സുധാകരനെ മാറ്റുക എന്നത് സതീശന്റെയും ലക്ഷ്യമാണ്. അതിനായുള്ള തന്ത്രങ്ങൾ സതീശൻ മെനയുന്നുമുണ്ട്. അടുത്ത സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനായതും UDFന്റെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതും സതീശന്റെ മിടുക്കായി ഹൈക്കമാൻഡ് വിലയിരുത്തുമോ എന്ന ഭയമാണ് ചെന്നിത്തല വിഭാഗത്തിനുള്ളത്. പഴയ I ഗ്രൂപ്പിനെ ഒപ്പം നിർത്തി സതീശനെ തളയ്ക്കാൻ ചെന്നിത്തല വിഭാഗം ശ്രമിക്കുമ്പോൾ A വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ സതീശനും ഊർജിതമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ദേശീയ നേതാക്കളായ ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷുമാണ് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന മറ്റു രണ്ടുപേർ. ഇവർ ഇരുവരും അവരുടേതായ രൂപത്തിലുള്ള ഒരവസരത്തിനായാണ് കാത്തിരിക്കുന്നത്. അതേസമയം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചെന്നിത്തല സതീശൻ വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിൽ കേരളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. UDFന് ഭരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ മുൻപ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതുപോലെ AICC സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയാവുക എന്നതാണ് KC ഇവിടെ ഉപയോഗിക്കുന്ന തന്ത്രം. ഈ ഇടപെടലുകൾ എല്ലാം കോൺഗ്രസിലെ ചേരിപ്പോരുകൾ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. നേതാക്കൾ തമ്മിലുള്ള ഐക്യം ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ മുസ്ലിം ലീഗിനെയാണ് ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്. കോൺഗ്രസിലെ ഈ തമ്മിലടിയിൽ പെട്ടുപോയാൽ ലഭിക്കാവുന്ന ഭരണം പോലും നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ലീഗ് നേതൃത്വം ഉള്ളത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോഴേ കോൺഗ്രസ് തമ്മിലടി തുടങ്ങിയത് പൊതുസമൂഹത്തിനിടയിൽ വളരെ മോശമായ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കാരണമായതായാണ് ലീഗിന്റെ വിലയിരുത്തൽ. 2026 ഭരണം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിൽ മാത്രമല്ല ലീഗിലും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും ലീഗ് നേതൃത്വത്തിനുണ്ട്. ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് CPMന്റെ കണ്ണിലെ കരടായി മാറിയ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സഅദി അലി സിദ്ദാഖ് തങ്ങളുടെ കോൺഗ്രസിലെ പൊട്ടിത്തെറിയിൽ ഏറെ ആശങ്കപ്പെടുന്നുണ്ട്. ഇനി ഒരു 5 വർഷം കൂടി പുറത്തിരിക്കുക എന്നത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾക്ക് മാത്രമല്ല പാണക്കാട് തങ്ങൾമാർക്കും ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ഇക്കാര്യം സൈദൽ അലി ശിഹാബ് തങ്ങൾ തന്നെ പലവട്ടം പരസ്യമായി പറഞ്ഞിട്ടുള്ളതുമാണ്. ഭരണവിരുദ്ധ വികാരം UDFനെ അധികാരത്തിൽ ഏറ്റുമെന്ന ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷകൾക്ക് അടുത്ത കാലത്തായി നടന്ന ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തിരിച്ചടിയായി. കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും തുടർഭരണം BJPക്ക് സാധ്യമായിരുന്നു. ഈ ചരിത്രം കേരളത്തിലും ആവർത്തിച്ചാൽ ഇടതുപക്ഷത്തിന് മൂന്നാം ഊഴം സാധ്യമാകും. പുകയുന്ന കോൺഗ്രസ് മാത്രമല്ല ലീഗും അതോടെ പൊട്ടിത്തെറിക്കും. നിലമ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പുമാണ് 2026 നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കാനുള്ളത്. ഇതിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയമായി അത് UDFന്റെ ആത്മവിശ്വാസത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കും.
PV അൻവർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ അൻവറിന്റെ കൂടി പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ UDFന് നിലമ്പൂർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏതു മണ്ഡലം ഇടതുപക്ഷത്ത് നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ചോദ്യം ഉയരും. VD സതീശൻ മുന്നോട്ട് വെച്ച വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റ് തന്നെ അതോടെ അപ്രസക്തമാകും. ഇടതുപക്ഷത്തിനാകട്ടെ കൂറുമാറി മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വെല്ലുവിളിക്കുകയും രാജിവെച്ച് പുതിയ പോർമുഖം തുറക്കുകയും ചെയ്ത PV അൻവർ പിന്തുണയ്ക്കുക UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകും. ഇനി അഥവാ പരാജയപ്പെട്ടാൽ അത് നിലമ്പൂരിലെ മാത്രം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായി വിശദീകരിച്ച് പ്രതിരോധിക്കാനും കഴിയും. നിലമ്പൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെ തമ്മിലടിയിൽ കലാശിക്കുമെന്ന കണക്കുകൂട്ടലും CPMനുണ്ട്. സംഘടനാപരമായി കോൺഗ്രസ് പകച്ചു നിൽക്കുമ്പോൾ ഇതിനകം തന്നെ CPM നിലമ്പൂരിൽ പണി തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് വിവിധ പ്രദേശങ്ങളുടെ ചുമതല വിഭജിച്ച് നൽകിയാണ് CPM ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷത്തിൽ കൂടുതൽ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ തമ്മിലടിയും കുതികാൽവെട്ടലും വെറുതെ സ്വന്തം പല്ലിനിടകുത്തി മണപ്പിക്കുന്നത് പോലെ ആയിപ്പോയി. ജനങ്ങൾക്ക് വായ പൊത്തി ചിരിക്കാനുള്ള വകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസരം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയാണ് CPM. അവർ അവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കഴിഞ്ഞു.